ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നീ തലയിടാതിരുന്നാൽ കൊള്ളാം. ഞങ്ങളെ വെറുതെ ദ്രോഹിക്കാൻ ശ്രമിക്കരുത്. അത് അങ്ങനെയൊന്നും ചിന്തിക്കരുതമ്മേ. ഞാൻ പറയാൻ വന്നത് പ്ലീസ്, ഈ കാര്യത്തിൽ ഇടപെടാൻ പാടില്ലെന്ന് ഞങ്ങൾ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെ എന്തിന്റെ കേടാ മേഘന നിനക്ക്? പിന്നെ ഞാൻ അതേ ചെയ്യുന്നു വെച്ചാ പിന്നെ എനിക്ക് കടുത്ത കൈ വല്ലതും ചെയ്യേണ്ടി വരുവേ. ആയിക്കോട്ടെ മിഥുനേട്ടാ, പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞാലോ എന്തെങ്കിലും ചെയ്താലോ അത് ഈ കുടുംബത്തിന്റെ നന്മയോർത്ത് മാത്രമായിരിക്കും, അല്ലാതെ ഇവിടെ തകർക്കാൻ വേണ്ടിയല്ല. ദയവ് ചെയ്ത് പറയുന്നത് മനസ്സിലാക്ക്. അയ്യോ എന്റെ പൊന്നു മോളെ, മതി. നിന്നെ മനസ്സിലാക്കി ഞങ്ങളില്ലാണ്ടായി. നീ എന്നൊരു വ്യക്തിയെ കടന്നാണല്ലോ ഇവിടെ ഓരോ തീരുമാനം എടുക്കേണ്ടത്. ഇത് ഫേസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും അടുത്തു. ദയവ് ഇത് ഇതിലെ തലയിടാതിരുന്നാ കൊള്ളാം. എന്നെ എന്റെ മോളെ നീ എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നു എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ ചേച്ചി ഞാൻ ചെയ്യണ്ടേ? എന്റെ പ്രിയമതെ, 4 ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ട മേഘനയുടെ വാക്കുകൾക്ക് വില കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. തൊണ്ട പൊട്ടി അവള് നിലവിളിച്ചാലും അവളുടെ വാക്കുകൾക്ക് വില കൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. അവളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. ആര് ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചാലും ഇത് നടന്നേ മതിയാവൂ. രാജേശ്വരി, നാളെ തന്നെ ടാഗോർ പാർക്കിലുള്ള സ്ഥലം സന്തോഷിന്റെ പേരിലേക്ക് നമുക്ക് മാറ്റിയേക്കാം. രജിസ്ട്രാറെ നാളെ തന്നെ വിളിപ്പിക്കാം. നിങ്ങളും വന്നേക്ക്. ആയിക്കോട്ടെ അരുണിമേ, ഞങ്ങൾ എത്തിക്കോളാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. വിവേക്, സന്തോഷിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരെന്ന് കണ്ടുപിടിച്ചോ? അവൾ എവിടെയാണെന്ന് മനസ്സിലായോ? ഞാൻ ശ്രമിച്ചു നോക്കിയായിരുന്നു. പിന്നെ ഏട്ടത്തി അയച്ചെന്ന ലൊക്കേഷനിൽ 5-6 സ്ട്രീറ്റുകളുണ്ട്. അതിലേത് സ്ട്രീറ്റിലാ അവൾ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് ശരി. അപ്പൊ ഇനി എന്താ ചെയ്യാ? ഡോൺ വറി ഏട്ടത്തി, നാളെ ഞാൻ ഒന്നും കൂടെ ഒന്ന് പോവാം. അവിടെ മുഴുവൻ അരിച്ചു പറക്കി അവൾ അവിടെ എവിടെയാ ഉള്ളതെന്ന് ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. എന്തു പറ്റി ഏട്ടത്തി? സഞ്ജനയുടെ ജീവിതം രക്ഷപ്പെടുത്താനുള്ള സുവർണ അവസരമാണ് കിട്ടിയതെന്ന് ഞാൻ കരുതി. പക്ഷെ അത് കൈവെടുത്തി പോയല്ലോ. അത് ഓർക്കുമ്പോ വിഷമം വരുന്നു വിവേക്. ഞാൻ പറഞ്ഞില്ല ഏട്ടത്തി, നാളെ ഞാൻ എങ്ങനെയെങ്കിലും ആ പെണ്ണിനെ കണ്ടുപിടിച്ചിരിക്കും. ആ പെണ്ണാരാന്ന് കണ്ടെത്തിയില്ലെങ്കിൽ ഇവിടെ നടക്കുന്നതൊന്നും തടയാൻ പറ്റില്ല. സഞ്ജനയുടെ കല്യാണത്തിന് മുന്നേ തന്നെ സ്വത്തെഴുതി വാങ്ങിക്കാൻ നോക്കുക അവര്. സ്വത്തെഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സഞ്ജനയെ ചങ്ങലക്കിടുക എന്ന അവരുടെ വലിയ പദ്ധതിയിൽ അവരെന്തായാലും വിജയിക്കും വിവേക്. പിന്നെ ഈ കല്യാണം മുടക്കാന്ന് പറഞ്ഞാ അത് അത്രയ്ക്ക് എളുപ്പമായിരിക്കില്ല. ഏട്ടത്തി പറഞ്ഞത് വളരെ ശരിയാ. ഇപ്പൊ സഞ്ജനയുടെ കല്യാണം മുടക്കാൻ നമ്മുടെ മുന്നിൽ സ്ട്രോങ് ആയ എവിഡൻസ് ഒന്നും തന്നെയില്ല. ശരിയാ. കിട്ടിയ ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയ പിന്നെ സഞ്ജനയെ ഒരിക്കലും അവരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. എന്തൊരു കഷ്ടല്ലേ. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവസാനം എല്ലാം വെള്ളത്തിലാവുകയാണല്ലോ. അതാ എന്നെ വിഷമിപ്പിക്കുന്നത്. നീ അതൊന്നും ചിന്തിക്കണ്ട മോളെ. നല്ലത് നടക്കുന്നു മാത്രം ചിന്തിക്ക. ദൈവം ഒരിക്കലും തെറ്റിന് കൂട്ടു നിൽക്കില്ല. നീ ധൈര്യം ഇരിക്ക. ധൈര്യവതിയെ പോലെ പുറത്ത് അഭിനയിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. മനസ്സിന്റെ ഉള്ളിൽ ഒരു തീക്കുണ്ടോ കത്തിക്കൊണ്ടിരിക്കുന്ന മേഘനടുത്ത് ഈ കല്യാണം മുടക്കാനും എന്റെ ജീവിതം രക്ഷിക്കാനും വേണ്ടി നാനാ വിധത്തിൽ കഷ്ടപ്പെട്ടിട്ടും ഒരു വഴി കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ. ഒരുപക്ഷെ എന്റെ ജീവിതം
സന്തോഷിന്റെ മുൻപിൽ ഹോമിക്കപ്പെടുവാനായിരിക്കും വിധി. അവരുടെ വീട്ടിലെ മരുമകളായി അവിടെ കിടന്ന് നരകിക്കണായിരിക്കും. ഇനി അങ്ങോട്ടുള്ള എൻ്റെ നരകയാതനയെ എത്ര നാളെനിക്ക് പിടിച്ചു നിൽക്കാനാവും? അങ്ങനെയൊന്നും പറയില്ല മോളെ. ഞാനുള്ളപ്പോൾ നിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിനക്കിഷ്ടമല്ലാത്തൊരുത്തിനോടൊപ്പം നിന്റെ ജീവിതം ഹോമിക്കപ്പെടാൻ അത്ര നിസ്സാരമായിട്ട് ഞാൻ തള്ളിയിടുന്നു തോന്നുന്നുണ്ടോ? നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നാളെ തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിന് ഞാൻ കണ്ടെത്തിയിരിക്കും മോളെ. എന്ത് വന്നാലും ടാഗോർ പാർക്കിലെ സ്ഥലം സന്തോഷിന്റെ പേരിലാവരുത്. നിന്റെ ജീവിതം ഒരിക്കലും ഞാൻ സന്തോഷിനെ ഏൽപ്പിക്കില്ല. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം നാളേക്കുള്ളിൽ തന്നെ ഞാൻ കണ്ടെത്തും, ഉറപ്പായിട്ടും. ഈ മേഘന എവിടെ പോയത്? ഇത്രയും നേരമായിട്ട് ഒരു കാപ്പി പോലും അവള് കൊണ്ടു തന്നില്ല. മിഥുൻ, ഇന്ന് ഓഫീസിൽ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. ക്ലയൻസ് വരുന്നുണ്ട്. ഒരു പുതിയ പ്രോജക്റ്റിന്റെ പ്രസന്റേഷനും ഉണ്ട്. ആ ആയിക്കോട്ടെ മഞ്ജരി. സുദീപേ, എന്താ മിഥുനേട്ടാ? മേഘന എവിടെയൊന്നും കാണുന്നില്ല. അവൾ എവിടെ പോയതാ? എനിക്കറിയില്ല ഏട്ടാ. നേരം വെളുത്തപ്പോ തൊട്ട് ഞാനും കണ്ടിട്ടില്ല. നേരം മുടക്കുമ്പോഴേക്ക് എന്ത് കാര്യത്തിനും പോയതായിരിക്കും. എന്നാലും എന്നോട് പറയാതെ അവള് പോവില്ലല്ലോ. മേഘന എവിടെങ്കിലും പോയി തൊലയട്ടെ. നീ എന്തിനാ അതിന്റെ പുറകെ നടക്കുന്നേ? നമ്മൾ എപ്പോഴെങ്കിലും ചെളിക്കകത്ത് ചവിട്ടേണ്ട അവസ്ഥ വന്നാ ഉടൻ തന്നെ വെള്ളത്തിൽ കൊണ്ടേ കഴുകും. അതിനു പകരം എപ്പോഴും ആ ചെളി ചവിട്ടാൻ നിന്നാ നമ്മുടെ ശരീരവും വസ്ത്രമാണ് അഴുക്ക് പുരളുക. ഈ മേഘനയുടെ കാര്യം അതുപോലെ തന്നെയാ. കളഞ്ഞതിനെ പിന്നെ എടുത്ത് കഴുത്തിലിടാൻ ശ്രമിക്കരുത്. മഞ്ജരി, നിന്റെ നാവൊന്ന് അടക്കി വെക്കാൻ പറ്റൂ? അവളെ കാണാതായതുകൊണ്ട് അതൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. മിഥുൻ, ഓ ആന്റി, പ്ലീസ് നിങ്ങൾ ഇരിക്കേ. സന്തോഷം ഇരിക്കേ. ചെറിയമ്മേ, ചെറിയമ്മേ. ഹായ് ആന്റി. ഹായ് മഞ്ജരി. രാജേശ്വരി, നിങ്ങൾ അപ്പോഴേക്ക് എത്തിയോ? സുഖാണ് സന്തോഷ്? ഐ എം ഫൈൻ ആന്റി. ഹായ് സഞ്ജന, ഹൗ ആർ യു? ഐ എം ഫൈൻ. എടീ സഞ്ജനെ, ഇവിടെ എല്ലാവരും കൂടെ ഉള്ളതിന്റെ അഹങ്കാരമല്ലേ? ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, നിന്നെ ഞാൻ കാലെ പിടിച്ച് വലിച്ചു കീറും. എന്നിട്ട് അഹങ്കാരത്തിന്റെ ചിറകുകൾ ഞാൻ പറ്റ വെട്ടിക്കളയും. നീ കണ്ടോ? രാജേശ്വരി, സുഖാണോ? സുഖായിരിക്കുന്നു. രജിസ്ട്രാറെ വീട്ടിലേക്ക് വിളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എപ്പോഴാണ് വരാന്ന് വല്ലതും അറിയോ? അയാൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. മിഥുൻ, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഓക്കെ മാം. അരുണിമ മാഡം. വരണം രജിസ്ട്രാർ സാറേ. മാഡം, സ്ഥലവുമായി ബന്ധപ്പെട്ട ഒറിജിനൽ ഡോക്യുമെന്റ്സ് എടുത്തോളൂ. മിഥുൻ, ആ ഡോക്യുമെന്റ്സ് എടുത്തിട്ട് വാ. യെസ് മാം. ജയദേവ, മേഘനയുടെ അവൾ ഉടങ്ങില്ലല്ലോ. എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ പുറത്തേക്ക് പോകുന്നത് കണ്ടായിരുന്നു. ഓ, എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടിയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പെണ്ണിനെ ഇല്ലല്ലോ. താങ്ക്സ്.
അയ്യോ, ഇതെന്താ ആരോട് ചോദിച്ചിട്ടും അറിയില്ലെന്നാണല്ലോ പറയുന്നേ. ഇനി അവൾ ഇവിടെ തന്നെയാണോ താമസിക്കുന്നേ? ആ ഹലോ പറയടത്തി. ഹലോ വിവേക്, ആ പെൺകുട്ടിയുടെ വല്ല വിവരവും കിട്ടിയോ? ഇല്ലടത്തി, ആർക്കും അവളെ കുറിച്ച് ഒന്നും അറിയില്ല. ശരി വിവേക്, എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കണം. അവളെ കണ്ടുപിടിച്ചാലേ നമ്മുടെ സഞ്ജനയുടെ പ്രശ്നങ്ങൾ തീരുള്ളൂ. എല്ലാരടുത്തും ചോദിക്കുക. ശരി ഇടത്തി, ഞാൻ എല്ലാവരോടും ചോദിച്ചോളാം. ഞാൻ ഇവിടെ തന്നെയാണോ അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്? ഒരു പക്ഷേ ആ സന്തോഷ് അവളെവിടെ ഡ്രോപ്പ് ചെയ്തത് വേറെ വല്ല കാര്യത്തിനു വേണ്ടിയായിരിക്കോ? മറ്റെവിടെയെങ്കിലും ആയിരിക്കും അവള് താമസിക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഈ പെൺകുട്ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അരുമ മാഡം, ഇവിടെ ഒരു സൈൻ ചെയ്യും. ആയിക്കോട്ടെ. അമ്മേ, ഒരു മിനിറ്റ് നിക്ക്. എന്താ മേഘനെ? നിങ്ങൾ എല്ലാരും കൂടി എടുക്കുന്ന തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്കതിന് തക്കതായ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. എന്ത് തെളിവെന്ന് നീ പറയുന്നത്? അമ്മ അവിടെ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാ ഇത്രയും വിലപിടിപ്പുള്ള ഭൂമി അവർക്ക് സ്വന്തമാവുക മാത്രമല്ല, നമ്മുടെ സഞ്ജനയുടെ ജീവിതം വലിയൊരു നരകത്തിലേക്ക് പതിക്കുകയും ചെയ്യും. എടി മേഘനെ, ഇതെന്താ പുതിയ നാടകം? ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം തെറ്റാണെന്ന് ഏത് വകുപ്പിലാണ് നീ പറയുന്നത്? അതിന് എന്ത് പ്രൂഫാ നിന്റെ കയ്യിലുള്ളേ? മമിത, ഈ പെൺകുട്ടിയുടെ പേര് മമിത. ഈ സന്തോഷ് കാരണം നശിച്ച് നാറാണക്കല്ല് പിടിച്ചതാ ഇവളുടെ ജീവിതം. നീ എന്തൊക്കെയാ പറയുന്ന മേഘനെ? ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. അല്ല, ഈ പെൺകുട്ടി ഏതാ? എന്തിനാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇത് മറ്റാരുമല്ല, സന്തോഷ് ഇത്രയും കാലം പ്രണയിച്ചിരുന്നത് ഇവളെയാണ്. കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് ഇവൾക്കാണ് അവൻ വാക്ക് കൊടുത്തത്.
ഇപ്പൊ സന്തോഷ് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോ കണ്ണീരോടെ നിസ്സഹായിയായി നിൽക്കുന്നവള്. എന്താ സന്തോഷ് പ്രേമിച്ചതാന്നോ? അതെ ഏട്ടാ, ഈ പെൺകുട്ടിയുമായി പ്രണയലീലകൾ നടത്തി കല്യാണം കഴിച്ചോളാന്ന് വാക്കും കൊടുത്ത് ഒടുവിൽ ഈ വീട്ടിലെ സഞ്ജനയെ ടാർഗറ്റ് ചെയ്തു. എന്നിട്ട് ഇവളെ വഴിയാധാരവും ആക്കി. ഇവൾക്ക് അവൻ കൊടുത്ത വാക്കുകളെല്ലാം വെറും വാക്കാക്കുകയും ചെയ്തു. മതി മേഘനെ, നിർത്ത്. തുടക്കം മുതലേ ഇതിന് മുടക്കം വരുത്താൻ ശ്രമിക്കുന്നതാ. എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാനുള്ള അടുത്ത നാടകമാണോ? ഒരു വിധത്തിലുള്ള തെളിവോ സാക്ഷിയോ നിനക്ക് കിട്ടാതായപ്പോ ഒടുവിൽ ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഒരുത്തി കണ്ടുപിടിച്ചോണ്ട് വന്നിരിക്കുന്നോ? ഒരു തെറ്റും ചെയ്യാത്ത സന്തോഷിനെ കള്ളനാക്കാൻ ശ്രമിക്കുകയാണോ? ഞാൻ ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല ചെറുമേ, സത്യം അതാണ്. സ്വന്തം കണ്ണുകൾ കറുത്ത തുണിയും വെച്ച് കെട്ടിക്കൊണ്ട് സന്തോഷിനെയും ഫാമിലിയെയും നിങ്ങളങ്ങ് വിശ്വസിക്കാം. സ്വന്തം മോളുടെ ജീവിതമാണ് ചെറിയമ്മ അതുകൊണ്ട് നശിപ്പിക്കുന്ന. ആ കറുത്ത തുണി നഴിച്ചു മാറ്റിയിട്ട് നോക്ക്, സന്തോഷിന്റെ യഥാർത്ഥ മുഖം കാണാൻ കഴിയും. ഒന്നുമില്ലെങ്കിലും സ്വന്തം മോളുടെ ജീവിതം ഇനിയെങ്കിലും നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയും. തെളിവുകളില്ലാണ്ട് വാച കടിച്ചിട്ട് കാര്യമില്ല. തെളിവുകളൊന്നുമില്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരുമെന്ന് തോന്നുന്നുണ്ടോ ചെറുമേ? അതെല്ലാം ശേഖരിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. തെളിവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുവാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് ഉണ്ടായത്. എന്താണ് നിന്റെ കയ്യിലുള്ള തെളിവ്? മമിത, നിന്റെ ഫോണിൽ നിന്ന് ഈ തെളിവുകൾ മതിയോ അതോ ഇനി ഇതിൽ കൂടുതൽ എന്തേലും വേണോ? എന്താ സന്തോഷി കാണുന്നേ? അവളുമായിട്ട് നീ പ്രണയത്തിലായിരുന്നോ? കല്യാണം കഴിച്ചോളാന്ന് വാക്ക് കൊടുത്തായിരുന്നോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല മിഥുനേട്ടാ. എന്റെ ഫ്രണ്ട് മാത്രമാ. അവള് തെറ്റിദ്ധരിച്ചതാ. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഒരുമിച്ച് നടന്നതെല്ലാം അവള് ഫോട്ടോ ആയിട്ട് എടുത്തു വെച്ച് അവള് തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കിതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. സന്തോഷ്, നീ ഈ ചെയ്യുന്നത് വലിയ തെറ്റാ. എന്നെ കല്യാണം കഴിച്ചോളാന്ന് വാക്കുന്നുണ്ടല്ലേ ഞാൻ നിന്റെ കൂടെ കിടന്നത്. ഇപ്പൊ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എന്താ നീ ഉത്തരം പറയാ? ഇത് വലിയ പാപമാ. എന്ത്? ഏത് കുഞ്ഞിന്റെ കാര്യമാ? വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാൽ തല്ലി കൊല്ലി ഞാൻ. ഇറങ്ങി പോടി ഇവിടുന്ന്. പറഞ്ഞത് കേട്ടില്ലേ? സന്തോഷ്, കാലം മാറിയതും ടെക്നോളജി വളർന്നതൊന്നും നീ അറിഞ്ഞില്ലേ? മമിതയെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും അറിയില്ല എന്ന് നീ ഇവിടെ നിന്ന് വാതോരാതെ പ്രസംഗിച്ചതുകൊണ്ട് മാത്രം ടെക്നോളജിയിൽ അത് മാഞ്ഞു പോവില്ല. DNA ടെസ്റ്റ് നടത്തിയ നിന്റെ ശരിക്കുള്ള സ്വരൂപം എന്താണെന്ന് പുറത്തു വരും. ഏതോ ഒരു പെണ്ണ് വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞാ അത് സത്യമാണെന്ന് വിചാരിക്കുവാണോ? എന്തോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എനിക്കിട്ട് അവള് മനഃപൂർവ്വം പണി തരുന്നത് ഇത്. മിഥുനേട്ടാ, ആദ്യം ഈ പെണ്ണിനോട് പറഞ്ഞയക്കാൻ നോക്കി.
ദാ, നിനക്കൊരു ക്യാരക്ടർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചേ. മാത്രമല്ല നല്ലൊരു കുടുംബത്തിൽ പിറന്നാണല്ലോ എന്നും കരുതി. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ സഞ്ജനയ്ക്ക് വേണ്ടി ആലോചിച്ചേ. അപ്പൊ നീ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്റെ അനിയത്തെ കെട്ടാന്ന് വിചാരിച്ചല്ലേ? ഇത് ഇപ്പോഴെങ്കിലും അറിയാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം. അതല്ല ഇനി മിഥുനേട്ടാ. നീ ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞാൽ നിന്റെ വായിൽ ഒരൊറ്റ പല്ല് ബാക്കി ഉണ്ടാവില്ല. എന്താ പ്രിയമത ഇതൊക്കെ? അടുത്ത കൂട്ടുകാരിയാണ്. അവളുടെ മോന് നമ്മുടെ സഞ്ജനയെ വിവാഹം ചെയ്തു കൊടുത്ത ജീവിതം നന്നാവൂന്ന് പറഞ്ഞിട്ട് അവന്റെ സ്വഭാവം എന്താണെന്ന് പോലും അറിയാതെയാണോ നീ ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച്? നിന്റെ മോളുടെ ജീവിതം ഇങ്ങനെ കണ്ടവന്റെയൊക്കെ കയ്യിൽ വച്ചു കൊടുക്കാനുള്ളതാണോ? അത് ചേച്ചി, ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷിക്കണമായിരുന്നു പ്രിയമതെ. ഇത് നിന്റെ മോളുടെ ജീവിത. അപ്പൊ നീ എന്തൊക്കെ ആലോചിക്കണം? അവള് സന്തോഷത്തോടെ ജീവിക്കണോ അതോ പ്രശ്നങ്ങൾക്കിടയിലൂടെ ഉഴലണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഏതോ ഒരുത്തിയുമായിട്ടുള്ള നിന്റെ കൂട്ടുകെട്ടിന്റെ പേരില് എന്താ ഏതാ എന്ന് ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കുന്നു. ഇപ്പോഴെങ്കിലും ഈ കാര്യം അറിഞ്ഞതുകൊണ്ട് സഞ്ജനയുടെ ജീവിതം ഈ തെമ്മാടിയുടെ കയ്യിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ അവളുടെ ജീവിതം എന്തായേനെ? രാജേശ്വരി, നിന്റെ മോന്റെ ഈ പ്രവൃത്തിയില് നിന്റെ റോൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇനി ഈ ബന്ധുത്വത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അതല്ല അരുണിമേ, ഇറങ്ങി പോവാനാ പറഞ്ഞത്. മമിത, ഇന്ന് നീ എനിക്ക് ചെയ്തു തന്ന ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നിന്റെ ജീവിതം നശിച്ചതുപോലെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കരുതെന്ന് ആഗ്രഹിച്ചത് നിനക്കൊരു നല്ല മനസ്സുള്ളതുകൊണ്ടാ. നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടത്? ഏത് ജന്മത്തിലെ ഈ കടപ്പാട് ഞാൻ തീർക്കുക? സാരമില്ല ചേച്ചി, ഇങ്ങനെയുള്ള തെമ്മാടികളെ ഇങ്ങനെ വേണം ശിക്ഷിക്കാൻ. ഞാൻ എന്നാ പോയിട്ട് വരാം. മേഡം എന്നാ ഞാനും ഇറങ്ങിക്കോട്ടെ. ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച് മേഘനെ. അവസാന നിമിഷമെങ്കിലും യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവന്ന് സഞ്ജനയുടെ ജീവിതം ഒരു തെമ്മാടിയുടെ കൈപ്പെടാതെ രക്ഷപ്പെടുത്തി. സത്യം പറയുകയാണെങ്കിൽ ഈ താങ്ക്സിൽ ഒതുങ്ങുന്ന കാര്യമല്ല നീ ചെയ്തേ. മിഥുൻ പറഞ്ഞത് ശരിയാണ് മേഘനെ. ഞങ്ങൾ എല്ലാവരും കൂടി സഞ്ജനയുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞേനെ. ഒരു അയോഗ്യന്റെ കയ്യിൽ അവളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ. കൃത്യസമയത്ത് തന്നെ നീ തെളിവ് സഹിതം വന്നതുകൊണ്ട് സഞ്ജനയുടെ ജീവിതം ശരിക്കും രക്ഷപ്പെട്ടു മേഘനെ. അല്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന്റെ പേരില് നാളെ ഈ വീട്ടിൽ എല്ലാവരും ദുഃഖിക്കേണ്ടി വന്നേനെ. അവള് കിടന്ന് നരകിക്കുന്നത് കണ്ട് പിടയേണ്ടി വന്നേനെ. ഒത്തിരി നന്ദിയുണ്ട് മേഘനെ. താങ്ക് യു സോ മച്ച് ഏട്ടത്തി. താങ്ക് യു വെരി മച്ച്. മേഘനേട്ടത്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാരും കൂടി സന്തോഷം എന്റെ തലയിൽ വെച്ച് കെട്ടിയാന്. ജീവശവം പോലെ
എന്നും അവന്റെ കാലടിയിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായേനെ. അങ്ങനൊരവസ്ഥ നിനക്ക് ഒരിക്കലും ഉണ്ടാക്കില്ലെന്ന് ഞാനല്ലേ വാക്ക് പറഞ്ഞത്. ആ വാക്കിനെ വിശ്വസിച്ചോണ്ടാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഇന്ന് ഏട്ടത്തി അത് തെളിയിക്കുകയും ചെയ്തു. ഈ വീട്ടിലെ മറ്റുള്ളവരെ പോലെ ഏട്ടത്തിയും എന്നെ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ നരകിച്ചില്ലാണ്ടായേനെ. നിനക്ക് താല്പര്യമില്ലാത്ത കല്യാണം മാറിപ്പോയി. ചിലരുടെ വാക്കിനെയും ഭീഷണിയും പേടിച്ച് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കേണ്ട അവസ്ഥയും മാറിപ്പോയി. നീ സന്തോഷായിരിക്കും മോളെ. എനിക്ക് സന്തോഷം തന്നെ വിവേകേട്ടാ. പക്ഷെ എനിക്ക് വേണ്ടി ഏട്ടത്തി എന്തൊക്കെ അപമാനങ്ങളാ സഹിച്ചത്.